നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സുസ്ഥിര ഊർജ്ജ പരിവർത്തനത്തിൽ കേരളത്തെ ദേശീയ മാതൃകയാക്കാമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേന്ദ്ര സർക്കാരിൻ്റെ കരട് വൈദ്യുതി നിയമ ഭേദഗതി രാജ്യത്തെ പൊതുമേഖലാ വൈദ്യുതി വിതരണത്തിന് ഭീഷണിയാകാമെന്നാണ് കേരളത്തിൻ്റെ വിലയിരുത്തലെന്നും മന്ത്രി. വിഷൻ 2031 സെമിനാറുകളുടെ ഭാഗമായി മലമ്പുഴയിൽ ഊർജ്ജ വകുപ്പിൻ്റെ പവർഫുൾ കേരള സംസ്ഥാനതല സെമിനാർ. ഇനിയൊരു ലോകമഹായുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് ഭക്ഷണത്തിനു വേണ്ടിയായിരിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കാർഷിക മേഖലയെ വിസ്മരിച്ചാൽ വികസനമില്ല. അനങ്ങനടിയിൽ നവീകരിച്ച സ്റ്റേറ്റ് സീഡ് ഫാം ഉദ്ഘാടനം. ഒറ്റപ്പാലത്ത് നാട്ടുപച്ച കാർഷിക മഹോത്സവം. മന്ത്രി MP രാജേഷിന്റെ പ്രസ്താവനയെ തള്ളി എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. എലപ്പള്ളി പരമാധികാര റിപ്പബ്ലിക് അല്ലെന്ന മന്ത്രിയുടെ പരാമർശം അനുചിതം. സ്പിരിറ്റ് ഉൽപാദന ബ്രൂവറി സംബന്ധിച്ച് പ്രദേശവാസികൾക്ക് ആശങ്കയില്ലെന്ന് മന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. വാർത്തകൾ വിശദമായി. സുസ്ഥിര ഊർജ്ജ പരിവർത്തനത്തിന് കേരളത്തെ ദേശീയ മാതൃകയാക്കാമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിഷൻ 2031 സെമിനാറുകളുടെ ഭാഗമായി മലമ്പുഴയിൽ ഊർജ്ജ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ പവർഫുൾ കേരളയുടെ ആമുഖ സെഷനിൽ കരട് നയരേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെല്ലുവിളികൾക്കിടയിലും സംസ്ഥാന വൈദ്യുതി മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് KSEBയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തോറിയം അധിഷ്ഠിത വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കും. ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കാവുന്ന ലളിതമായ തരത്തിൽ ബില്ലിംഗ് സമ്പ്രദായം പരിഷ്കരിക്കും. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത, പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളുടെ പരിമിതികൾ, കാർബൺ ബഹിർഗമനം, കാലാവസ്ഥാ മാറ്റ ഭീഷണികൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വൈദ്യുതി മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പരിസ്ഥിതി സൗഹൃദവും ദീർഘകാല സുരക്ഷിതവുമായ ഒരു വൈദ്യുതി മോഡലാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ കരട് വൈദ്യുതി നിയമ ഭേദഗതി രാജ്യത്തെ പൊതുമേഖലാ വിതരണ സ്ഥാപനങ്ങൾക്ക് ഭീഷണിയാകുമെന്നാണ് കേരളത്തിൻ്റെ വിലയിരുത്തലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിസ്ഥിതിക്കനുസൃതമായ പ്രതിരോധ സംവിധാനങ്ങൾ വിതരണ മേഖലയിൽ നടപ്പിലാക്കും. ഡിജിറ്റൽ സബ്സ്റ്റേഷനുകൾ, സ്കാഡ, OMS സംയോജനം, AI അടിസ്ഥാനമാക്കിയുള്ള പ്രവചനാത്മക വിശകലനം എന്നിവ സ്മാർട്ട് ഗ്രിഡിന്റെ മുഖ്യ ഘടകങ്ങളായിരിക്കും. ഇവ സ്വയമുക്തമാക്കുന്നതിന് സാങ്കേതിക വിദഗ്ധന്മാരുടെ സമിതി രൂപീകരിക്കും. സൈബർ സുരക്ഷ ഉറപ്പാക്കും. ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകൾ ഘട്ടം ഘട്ടമായി വലിയ ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ നടപ്പിലാക്കും. വൈക്കിൾ ടു ഗ്രിഡ് പദ്ധതികൾ നടപ്പിലാക്കും. സെമിനാറിൽ ഊർജ്ജ വകുപ്പിന്റെ കഴിഞ്ഞ 9 വർഷത്തെ പ്രധാന നേട്ടങ്ങൾ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാറും സംസ്ഥാന കരട് വൈദ്യുതി നിയമ ഭേദഗതി ബില്ല് 2025 KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ K ഇന്ദിരയും അവതരിപ്പിച്ചു. ആമുഖ സെഷനിൽ MLA മാരായ A പ്രഭാകരൻ, KD പ്രസേനൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ K രവിരാമൻ, KSEB ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മിൻഹാജ് ആലം, അനർട്ട് CEO ഹർഷിൽ R മീണ, എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ ഡയറക്ടർ ഡോക്ടർ R ഹരികുമാർ, KSEB സ്വതന്ത്ര ഡയറക്ടർ VR മുരുകദാസ്, ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ G വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് ഭക്ഷണത്തിനു വേണ്ടിയായിരിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് നവീകരിച്ച അനങ്ങനടിയിലെ സ്റ്റേറ്റ് സീഡ് ഫാം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയെ വിസ്മരിച്ചുള്ള ഒരു വികസനവും വികസനമല്ലെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ലോകം കടുത്ത ഭക്ഷ്യപ്രതിസന്ധിയെ നേരിടുകയാണ്. ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കും. കേരളം കാർഷിക മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്നുണ്ടെങ്കിലും ഭക്ഷ്യോൽപാദനത്തിലെ സ്വയം പര്യാപ്തത വലിയ അനിവാര്യതയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇപ്പോഴേ കരുതി വെക്കുന്നവരില്ലേ? പെൺകുട്ടിയാണ്, ഒന്നും കളഞ്ഞു കുളിക്കാൻ പറ്റത്തില്ല, കല്യാണം കഴിച്ച് അയക്കേണ്ടതാണ്. എൻ്റെ നാട്ടിലൊക്കെ ഞാൻ പറയുന്നത്, അത് ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കാറുള്ളതാണ്. ഇങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമുക്കൊരു വീട് വെക്കണ്ടേ, നമ്മൾ നേരത്തെ എല്ലാം തയ്യാറെടുക്കുന്നതാണ്. അതൊരു ഓരോ വീട്ടിലെയും പ്ലാനിങ് ആണ്. നമ്മുടെ പ്ലാനിങ് ഉണ്ടാവണം. നമുക്ക് 2050 ആകുമ്പോഴേക്കും നമ്മൾ വലിയ പ്രതിസന്ധിയിലാവാൻ പോകുന്നത് ഭക്ഷണത്തിൻ്റെ പ്രശ്നത്തിലായിരിക്കും. എങ്ങനെ പരിഹരിക്കും? സാധ്യമാവുന്നിടത്തെല്ലാം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങണം. എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങണം. അങ്ങനെ തുടങ്ങിയില്ല എങ്കിൽ അത് വലിയ പ്രതിസന്ധിയാവും. അവിടെയാണ് കൃഷി വ്യാപിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത വരുന്നതല്ല. കൃഷി കൂടുന്നില്ല എങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് നമ്മൾ ചെന്ന് എത്തും. പത്തംകുളത്തെ ഫാം ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ
പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായിരുന്നു. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സി അബ്ദുൽ ഖാദർ സ്വാഗതം പറഞ്ഞു. KLDC പാലക്കാട് MD ഇൻചാർജ് PK ശാലിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹാൾ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി നിർവഹിച്ചു. പാലക്കാട് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ S ആറുമുഖപ്രസാദ് ഫാം പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ, അനിത പോൾസൺ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ്, അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ, ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സീഡ് ഫാം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാർഷിക സെമിനാർ, കൃഷി ക്ലാസുകൾ, കാർഷിക പ്രദർശനം, വിപണനം, കുടുംബശ്രീ വിപണനമേള, ഗാനസന്ധ്യ, നാടകം, കുംഭംകളി, മറ്റ് വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എലപ്പുള്ളിയിൽ സ്പിരിറ്റ് ഉൽപ്പാദന ബ്രൂവറി വരുന്നതിൽ പ്രദേശവാസികൾക്ക് ആശങ്കയില്ലെന്ന് മന്ത്രി MB രാജേഷിനെ എങ്ങനെ പറയാൻ കഴിയുമെന്ന് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. എലപ്പുള്ളി പരമാധികാര റിപ്പബ്ലിക് അല്ലെന്ന മന്ത്രി പരാമർശത്തിന് തെല്ലും വില കൽപ്പിക്കുന്നില്ലെന്നും രേവതി ബാബു പറഞ്ഞു. ഒയാസിസ് മദ്യ കമ്പനി കുഴപ്പക്കാരല്ലെങ്കിൽ മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ സ്ഥാപിക്കണമെന്ന് രേവതി ബാബു പറഞ്ഞു. എലപ്പുള്ളി പഞ്ചായത്ത് പരമാധികാര റീപ്പബ്ലിക് അല്ലെന്ന മന്ത്രിയുടെ പരാമർശം നിർഭാഗ്യകരമാണ്. എലപ്പുള്ളിയിൽ സ്പിരിറ്റ് ഉൽപ്പാദന ബ്രൂവറി വരുന്നതിൽ പ്രദേശവാസികൾക്ക് ആശങ്കയില്ലെന്ന് എക്സൈസ് മന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവും പോരാട്ട ജനകീയ സമിതി ചീഫ് കോർഡിനേറ്റർ ജോർജ് സെബാസ്റ്റ്യനും വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണശാലയുടെ പ്രവർത്തനത്തെ എന്ത് വില കൊടുത്തും ജനങ്ങൾ ചെറുക്കും. ഇക്കാര്യത്തിൽ എലപ്പുള്ളിയിലെ ഭൂരിപക്ഷം ജനങ്ങളും കേരളത്തിലെ സമാധാനകാംക്ഷികളായ ജനങ്ങളും ഒറ്റക്കെട്ടാണ്. രാഷ്ട്രീയ സാമുദായിക ചിന്തകൾക്ക് അതീതമായ വികാരമാണിത്. കേരളത്തെ മദ്യാലയവും എലപ്പുള്ളിയെ മരുഭൂമിയുമാക്കുന്ന സർക്കാരിൻ്റെ വികലമായ നയത്തെ കേരള ജനത ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നും രേവതി ബാബു പറഞ്ഞു. കൂട്ടത്തിൽ മന്ത്രി ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയില്ല, ഇവരെ പിന്നെ എന്തിനാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് എന്ന്. 179 ആള് ഒപ്പിട്ടിട്ടുള്ള ഗ്രാമസഭ മിനിറ്റ്സ് അവിടെയുണ്ട്. ഏകപക്ഷീയമായിട്ട് അവിടുത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് അവിടെ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിന്റെ പേരിൽ ചർച്ച നടത്തി. ആ ചർച്ചയിൽ നാട്ടുകാരും എല്ലാ പ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു. ഏകപക്ഷീയമായിട്ട് ആ പ്രമേയം അംഗീകരിച്ചു, കൈയടിച്ച് പാസാക്കി. അപ്പൊ ഇതിനെയൊക്കെ മന്ത്രി എന്തിനാണ് വിമർശിക്കുന്നത്? കർഷകരിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ മുഴുവൻ കർഷകരുടെയും നെല്ല് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കർഷകരുടെ ഷെയർ വാങ്ങി കോടിക്കണക്കിന് രൂപയും ഗവൺമെന്റിന്റെ കോടിക്കണക്കിന് രൂപ ഗ്രാന്റും ഉപയോഗിച്ച് തുടങ്ങിയ സഹകരണ സ്ഥാപനം പാഡിക്കോ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ 24 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടത് നഷ്ടത്തിലാണ്, പൂട്ടിക്കിടക്കുകയാണ്. ഇന്ന് അരി ഉൽപാദനത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ കമ്പനി പൂട്ടിയിടുകയും 600 കോടി രൂപ മുതൽ മുടക്കി കരിമ്പട്ടികയിൽ പെട്ടിട്ടുള്ള ഒരു കമ്പനിയെ എലപ്പുള്ളിയിൽ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? മന്ത്രി MB രാജേഷിന്റെ കഴിഞ്ഞ ദിവസത്തെ അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിന്റെ വിവേകമില്ലായ്മയെയും അപക്വതയെയും ധാർഷ്ട്യത്തെയുമാണ് വെളിപ്പെടുത്തുന്നത്. കേരളം ഒരു സ്വതന്ത്ര രാജ്യമല്ലെന്നും രാജേഷ് രാജാവല്ലെന്നുമുള്ള തിരിച്ചറിവുണ്ടാകണം. ജനാധിപത്യ രാജ്യത്ത് ജനവികാരത്തെയും നീതിന്യായ വ്യവസ്ഥകളെയും അട്ടിമറിച്ച് മുന്നോട്ടു പോകാൻ ഒരു ഭരണാധികാരിക്കും കഴിയില്ലെന്നും രേവതി ബാബുവും ജോർജ് സെബാസ്റ്റ്യനും ചൂണ്ടിക്കാട്ടി. മന്ത്രി നടത്തിയ പ്രസ്താവന അത് അദ്ദേഹത്തിൻ്റെ ഒരു വിവേകമില്ലായ്മയോ പക്വതയില്ലായ്മയോ എന്താണ് അതിനെ നിശ്ചയിക്കുന്നത് അറിയില്ല. ഏതായാലും അദ്ദേഹത്തിന് തലയിൽ ചെയ്യുന്നത് തൊപ്പി അദ്ദേഹം വെച്ചു എന്നപ്പോൾ ഞാൻ പറയാം. ഞങ്ങൾ ഈ വിഷയത്തെ വളരെ പക്വതയോടെയാണ്. എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണശാല അതിൻ്റെ പ്രവർത്തനത്തെ എന്ത് വില കൊടുത്തും ഈ സമിതി എലപ്പുള്ളി ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും എന്നാണ് ഈ സമിതിയുടെ പേരിൽ എലപ്പുള്ളിയിലെ മുഴുവൻ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പേരിൽ. വാർത്താ സമ്മേളനത്തിൽ സമിതി ഭാരവാഹികളായ S സുനിൽകുമാർ, സന്തോഷ് പള്ളത്തേരി, V ശിവൻ, D രമേശൻ, P തങ്കച്ചൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പരുത്തിപ്പുറയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. 3 നിലകളിലായി 18 വീടുകളാണ് നിർമ്മിക്കുന്നത്. 6 മാസം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. സർക്കാർ നടപ്പാക്കുന്ന ഭവന പദ്ധതിയിലേക്ക് മനസ്സോടെ തിരിയുമെന്ന്
എന്ന സന്ദേശത്തിന് മഹത്തായ മാതൃക കാണിച്ച പരുത്തിപ്പറ സ്വദേശികളായ ചേത്തലമനയിൽ ഡോക്ടർ CM നീലകണ്ഠനും ഭാര്യ KP ശ്രീദേവിയും സൗജന്യമായി നൽകിയ 25 സെന്റ് സ്ഥലത്താണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. 3 നിലകളായി 18 വീടുകളാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഉണ്ടായിരിക്കുക. 50 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. നഗരസഭയിലെ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനായി ലൈഫ് മിഷന്റെ മനസ്സോടെ ഇത്തിരി മണ്ണ് എന്ന പദ്ധതിയിലേക്ക് പരുത്തിപ്പറ UP സ്കൂളിന് സമീപമായാണ് ഇവർ 25 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത്. 3 നിലകളായി 18 വീടെങ്കിലും നിർമ്മിക്കണം. പരുത്തിപ്പറ വാർഡിൽ അർഹരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകുക എന്നീ നിബന്ധനകളോടെയാണ് ഇരുവരും സ്ഥലം കൈമാറിയത്. ഇക്കഴിഞ്ഞ 12-നായിരുന്നു സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചത്. 6 മാസം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം സമഗ്ര കാർഷിക വികസന പദ്ധതി നാട്ടുപച്ചയുടെ ഭാഗമായി കാർഷിക മഹോത്സവം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിന് സമീപം സംഘടിപ്പിച്ച കാർഷിക മഹോത്സവം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് കാർഷിക ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചിരുന്നു. കാർഷിക മഹോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് മനസ്സിലാവും, ഇപ്പോൾ അവിടെ 3-ൽ കൂടുതൽ ആൾക്കാർ 1 കോടി രൂപയിൽ കൂടുതൽ ഒരു വർഷം കച്ചവടം മെച്ചപ്പെട്ട തരത്തിലേക്ക്, അങ്ങേയറ്റം ലാഭകരമായ തരത്തിലേക്ക് അവർക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയുന്നത്, പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ഒറ്റപ്പാലത്തെ കർഷകർ എന്തുകൊണ്ട് എലവഞ്ചേരിയുടെ മാതൃകയെ നമുക്കിവിടെ ഇങ്ങോട്ടേക്ക് പകർത്താൻ പറ്റുന്നില്ല? എലവഞ്ചേരിയിൽ നിരവധി കർഷകർ ഇപ്പോൾ ഒരു വർഷം 1 കോടി രൂപയിൽ കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നവരാണ്. അത് VFPCക്ക് ആ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി സ്വാഗതം പറഞ്ഞു. MLA-മാരായ P. മമ്മിക്കുട്ടി, N. ഷംസുദ്ദീൻ, ജില്ലാ കളക്ടർ MS. മാധവിക്കുട്ടി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രതിനിധി K. രത്നമ്മ, പാലക്കാട് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ S. ആറുമുഖ പ്രസാദ്, രവികുമാർ മീണ IFS, ഡോക്ടർ PG രാജേഷ്, ഷിജു ചന്ദ്രൻ R, കവിത റാം, N. ഷീല തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് യുവ കർഷക സംഗമവും ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ, കാർഷിക മേഖലയും സഹകരണ പ്രസ്ഥാനവും, കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് പദ്ധതികളും സേവനങ്ങളും എന്നീ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ, കാർഷിക യന്ത്രോപകരണങ്ങളുടെ പ്രദർശനം, ഭക്ഷ്യമേള, മികച്ച കർഷകരെ ആദരിക്കൽ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും കാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 60 കിലോമീറ്റർ വേഗത, നിയന്ത്രിക്കാൻ ആക്സിലേറ്റർ, 1 മണിക്കൂർ ബാറ്ററി ചാർജിൽ 30 കിലോമീറ്റർ ബാക്കപ്പ് സംവിധാനം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ബൈക്കിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നതെന്ന് തോന്നുമെങ്കിലും പറയുന്നത് സൈക്കിളിനെ കുറിച്ചാണ്. പട്ടാമ്പിൽ നടക്കുന്ന പാലക്കാട് ജില്ലാ ശാസ്ത്രമേളയിൽ ചിറ്റലഞ്ചേരി MNKM HSSലെ PB അദ്വൈത് കൃഷ്ണ നിർമ്മിച്ച 1.5 സൈക്കിൾ. വേഗതയിൽ പോകുന്ന സൈക്കിളിന് കൂടുതൽ വില നൽകണം. എന്നാൽ കൂടുതൽ പണം ചെലവഴിക്കാതെ എങ്ങനെ വേഗത കൂടിയ സൈക്കിൾ ഉണ്ടാക്കാമെന്ന ആശയമാണ് ലോ കോസ്റ്റ് ബൈക്ക് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. ആക്രിക്കടയിൽ ചെന്ന് 1600 രൂപ നൽകി വാങ്ങിയ പഴയ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ്റെ BLDC മോട്ടറാണ് പിൻചക്രത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. സീറ്റിന് താഴെ 42 വാട്ട്സിൻ്റെ ബാറ്ററിയും വേഗത കൂട്ടാനും കുറയ്ക്കാനും ആക്സിലേറ്ററും മുന്നിലുണ്ട്. ഒറ്റ നോട്ടത്തിൽ സൈക്കിളാണെങ്കിലും പെഡലിൽ കാൽ വെച്ച് ആക്സിലേറ്റർ കൊടുത്താൽ ബൈക്കിൻ്റെ വേഗത്തിൽ ഇത് മുന്നോട്ട് പായും. കടയിലേക്കും കൂട്ടുകാരെ കാണാനുമൊക്കെ അദ്വൈത് പോകുന്നത് ഈ സൈക്കിളിലാണ്. എവിടെ നിന്നും വാങ്ങിയതല്ല, ഈ മിടുക്കൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്. ബൈക്ക് എന്ന് അവർ പേരിട്ട് വിളിക്കുന്ന സൈക്കിൾ നാട്ടുകാർക്കും ഒരു അത്ഭുതമാണ്. 1.5 വർഷമായി സ്കൂളിലേക്ക് വരെ അദ്വൈതിൻ്റെ യാത്ര ഈ സൈക്കിളിലാണ്. ശാസ്ത്രോത്സവത്തിൽ ബൈക്കിനെ നൂതന ആശയങ്ങൾ അവതരിപ്പിച്ചാണ് മത്സരത്തിനെത്തിച്ചത്. സാധാരണ ഇത്തരമൊരു സൈക്കിളിന് 45,000 രൂപ വരെ വരും. തൻ്റെ സൈക്കിൾ 2,000 രൂപ കൊണ്ട് ഒരുക്കാമെന്നാണ് അദ്വൈത് പറയുന്നത്. ഹയർ സെക്കൻഡറി ഇന്നോവേറ്റിംഗ് വർക്കിംഗ് മോഡലിൽ അവതരിപ്പിച്ച ഈ ബൈക്ക് ഏറെ ശ്രദ്ധയാകർഷിച്ചു.
നിലവിലുള്ള സൈക്കിളുകളൊക്കെ ഒരു ബഡ്ജറ്റ് കുറച്ച്, അതായത് കുറച്ചും കൂടി നമുക്കൊരു 70,000 എന്നൊക്കെ ഒരു 1500 രൂപയ്ക്കൊക്കെ കിട്ടുന്ന രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ADC മോട്ടറാണ് യൂസ് ചെയ്തതുകൊണ്ട് ഒരുപാട് എനർജി ലോസ് ആവാണ്ട് ഒരു ബാറ്ററിയുടെ മുഴുവൻ കപ്പാസിറ്റി, അതായത് ഫുൾ പൊട്ടൻഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോട്ടറാണ്, സൈക്കിളാണത്. പിന്നെ നമുക്ക് 60 തൊട്ട് 75 കിലോമീറ്റർ സ്പീഡിൽ കയറാം. ഇത് ഗിയർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കുറച്ചും ഹൈവേ ആയിട്ട് കൂട്ടാം. 600 വാട്ട് വരെ പവർ വരുന്നുണ്ട്. നമുക്ക് അതും കൂട്ടാൻ കുറച്ചും ചെയ്യാം. ബാറ്ററി കപ്പാസിറ്റിയിൽ ഒരു ഫുൾ ചാർജിൻ്റെ ബാറ്ററിയിൽ ഏകദേശം 30 കിലോമീറ്റർ വരും. അതും ബാറ്ററി വേറെ സ്റ്റോറേജ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. ബാറ്ററി ആകെ 5 ACയുടെ 5 ലിഥിയം ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കളിമണ്ണിൽ ജീവൻ തുളുമ്പുന്ന ശില്പം നിർമ്മിച്ച് ശ്രദ്ധ നേടിയ 10ാം ക്ലാസ്സുകാരൻ്റെ മിന്നുന്ന വിജയം. ശാസ്ത്രോത്സവത്തിന് എത്തുന്ന ആരുടെയും മനം കവരുന്നത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി VM നിതിൻ ഒരുക്കിയ കളിമൺ ശില്പം. പച്ചക്കറി വിൽപ്പനയ്ക്കിരിക്കുന്ന കർഷകനെയാണ് മനോഹരമായി കളിമണ്ണിൽ ഒരുക്കിയത്. ചെറുപ്പം മുതൽ വിവിധ രൂപങ്ങൾ കളിമണ്ണിൽ ഉണ്ടാക്കുമെങ്കിലും സംസ്ഥാന തലത്തിലേക്ക് ആദ്യമായാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം 3ാം സ്ഥാനവും നിധിൻ നേടിയിരുന്നു. 3 മണിക്കൂർ നീണ്ട മത്സരത്തിൽ 25ലധികം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. ക്ലേ മോഡൽ HS വിഭാഗത്തിലായിരുന്നു മത്സരം. പച്ചക്കറി വിൽപ്പനക്കാരൻ എന്നാണ് ഒരു വിൽപ്പനക്കാരനും പച്ചക്കറികളാണ് ചെയ്തിട്ടുള്ളത്. പങ്കെടുത്തിട്ടുണ്ട്. ജില്ലാ മത്സരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റേറ്റിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആറ്റൂർ അറഫ സ്കൂളിൽ നടക്കുന്ന തൃശൂർ സഹോദയ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ CBSE സ്കൂളിലെ പ്രിൻസിപ്പൽമാരുടെ സംവാദം നടന്നു. ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിന്റെ നന്മയും തിന്മയും കുറവിനെയും പറ്റിയുള്ള ചർച്ചയാണ് സംവാദത്തിൽ വിഷയമാക്കിയത്. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന ഒന്നിന് നിയമസഭയ്ക്കകത്ത് വെച്ച് അതിദാരിദ്ര്യമില്ലാത്തൊരു കേരളം എന്ന് രാജ്യത്ത് പ്രഖ്യാപിക്കാൻ പോകുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു. അങ്ങനെ പല രംഗത്തും നമ്മളെ അച്ചീവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് സംഘടിപ്പിക്കുന്ന ചർച്ചയുടെ ഭാഗമായി 2 വിഷയം. വിദേശ രാജ്യത്തേക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകും എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി അതിനെ മാറ്റിയെടുക്കുന്നതിൻ്റെ വേണ്ടി എന്താണ് അതിൻ്റെ ഡേറ്റാസ് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇവിടെ മന്ത്രി പോലും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. ആറ്റൂർ അറഫ ചാരിറ്റബിൾ ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. അറഫ ജനറൽ സെക്രട്ടറി KS ഹംസം മുഖ്യപ്രഭാഷണം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു, സഹോദയ ജനറൽ സെക്രട്ടറി ഷമീം ബാവ, ട്രഷറർ ബാബു കോഴിക്കര, സ്കൂൾ പ്രധാനാധ്യാപിക രമ, അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ PM അബ്ദുൽ ലത്തീഫ്, PV മുരളി, സുലൈമാൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതവും സഹോദയ വൈസ് പ്രസിഡന്റ് PH സജീവ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ വേദികളിൽ വിവിധ കലാപരിപാടികളും നടന്നു. പത്മത്തിന്റെ ആകൃതിയിൽ നിർത്താതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സേനാവ്യൂഹം ചുറ്റുമുറിയുന്ന. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ സിദ്ധ ഡിസ്പെൻസറി ആൻഡ് വർമ്മ തെറാപ്പിക്ക് ഒക്ടോബർ 25 ശനിയാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നിവയ്ക്ക് പുറമെയാണ് പഞ്ചായത്തിൽ സിദ്ധ ഡിസ്പെൻസറി കൂടി ആരംഭിക്കുന്നത്. യൂണിറ്റ് വരുന്നതോടുകൂടി ഓങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് ആരോഗ്യരംഗത്തെ ഈ വലിയ നേട്ടമാകും. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്തായി വാടക കെട്ടിടത്തിലാണ് പ്രാരംഭത്തിൽ സിദ്ധ ഡിസ്പെൻസറി ആൻഡ് വർമ്മ തെറാപ്പി യൂണിറ്റ് പ്രവർത്തിക്കുക. ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. ഒക്ടോബർ 25 രാവിലെ 11:30 ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിക്കും. നിലവിൽ പഞ്ചായത്തിൽ അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നീ ആശുപത്രികളുണ്ട്. ഇതിനു പുറമെയാണ് സിദ്ധ ആശുപത്രി കൂടി വരുന്നത്. ഇത് വരുന്നതോടുകൂടി ജില്ലയിൽ 2ാമത്തെ 4 ആശുപത്രികളുള്ള പഞ്ചായത്തെന്ന ബഹുമതി കൂടി അർഹമാകുകയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിനെന്ന് വൈസ് പ്രസിഡന്റ് TP രജീഷ് പറഞ്ഞു. യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി ആരോഗ്യരംഗത്ത് ഓങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് ഇത് വലിയ നേട്ടമാകുമെന്നും TP രജീഷ് പറഞ്ഞു. നമ്മുടെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ അലോപ്പതി, ആയുർവേദം, ഹോമിയോ,
ആശുപത്രികളെല്ലാം ഉണ്ട്. സിദ്ധ ആശുപത്രി കൂടി വരുന്നതോടുകൂടി ജില്ലയിൽ രണ്ടാമത്തെ 4 ആശുപത്രികളുള്ള പഞ്ചായത്ത് എന്ന ബഹുമതിക്ക് കൂടി അർഹമാവുകയാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത്. സിദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന് ഒരുപാട് വർഷത്തെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ്. അത് നമ്മുടെ നാഡിയും വർമ്മവുമെല്ലാം പിടിച്ച് അതിന് ഉതകുന്ന രൂപത്തിലുള്ള തികച്ചും പാരമ്പര്യമായ രീതിയിലുള്ള ഒരു ചികിത്സയാണ് സിദ്ധ ചികിത്സ എന്ന് നമുക്കറിയാം. ഏതായാലും ഈ ഒരു ആശുപത്രി കൂടി വരുന്നതോടുകൂടി ഓമല്ലൂരിലെ ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് ഒരു വലിയ നേട്ടം ആവും എന്നുള്ളത് യാതൊരു സംശയമില്ല. നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിലാണ് സിദ്ധ ആശുപത്രി. പരിശോധനാ സ്ഥലം, തെറാപ്പി റൂം, ഫാർമസി തുടങ്ങിയവയോടുകൂടിയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയായിരിക്കും OP പ്രവർത്തനം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുസ്ഥിര ഊർജ്ജ പരിവർത്തനത്തിൽ കേരളത്തെ ദേശീയ മാതൃകയാക്കാമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേന്ദ്ര സർക്കാരിൻ്റെ കരട് വൈദ്യുതി നിയമ ഭേദഗതി രാജ്യത്തെ പൊതുമേഖലാ വൈദ്യുതി വിതരണത്തിന് ഭീഷണിയാകാമെന്നാണ് കേരളത്തിൻ്റെ വിലയിരുത്തലെന്നും മന്ത്രി. വിഷൻ 2031 സെമിനാറുകളുടെ ഭാഗമായി മലമ്പുഴയിൽ ഊർജ്ജ വകുപ്പിൻ്റെ പവർഫുൾ കേരള സംസ്ഥാനതല സെമിനാർ. ഇനിയൊരു ലോകമഹായുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് ഭക്ഷണത്തിനു വേണ്ടിയായിരിക്കുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. കാർഷിക മേഖലയെ വിസ്മരിച്ചാൽ വികസനമില്ല. അനങ്ങനടിയിൽ നവീകരിച്ച സ്റ്റേറ്റ് സീഡ് ഫാം ഉദ്ഘാടനം. ഒറ്റപ്പാലത്ത് നാട്ടുപച്ച കാർഷിക മഹോത്സവം. മന്ത്രി MP രാജേഷിന്റെ പ്രസ്താവനയെ തള്ളി എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. എലപ്പള്ളി പരമാധികാര റിപ്പബ്ലിക് അല്ലെന്ന മന്ത്രിയുടെ പരാമർശം അനുചിതം. സ്പിരിറ്റ് ഉൽപാദന ബ്രൂവറി സംബന്ധിച്ച് പ്രദേശവാസികൾക്ക് ആശങ്കയില്ലെന്ന് മന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.